മെയ് 12 ഈസ്റ്ററിൻ്റെ 4-ാം ആഴ്ചയിലെ തിങ്കളാഴ്ച. യോഹന്നാൻ 10:1-10 വരെ വാക്യങ്ങൾ. ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഒരു അധ്യായമാണ് സങ്കീർത്തനം 23. ആട്ടിൻകൂട്ടത്തെ പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് നയിക്കുകയും മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന നല്ല ഇടയനെക്കുറിച്ചാണ് ഈ സങ്കീർത്തനം. ഇന്നത്തെ സുവിശേഷ വായനയുമായി ഇതിന് വളരെ സാമ്യമുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ആടുകളുടെ വാതിൽ താൻ തന്നെയാണെന്ന് അവകാശപ്പെടുന്നു. യേശു ഒരു ഇടയനായി ഇന്ന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ആടുകളോടൊപ്പം ചെലവഴിക്കുന്ന വ്യക്തിയാണ് ഇടയൻ. ആടുകളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യേണ്ടത് അവൻ്റെ ഉത്തരവാദിത്തമാണ്. ആടുകൾക്ക് കുടിക്കാൻ ആവശ്യത്തിന് വെള്ളവും തിന്നാൻ പുല്ലും ലഭിക്കുന്നുണ്ടെന്ന് ഇടയൻ ഉറപ്പാക്കുന്നു. ചെന്നായ്ക്കളിൽ നിന്നും മറ്റു വേട്ടക്കാരിൽ നിന്നും അവൻ ആടുകളെ സംരക്ഷിക്കുന്നു. പച്ചപ്പുൽപ്പുറങ്ങൾ സമൃദ്ധമായ ജീവിതത്തിൻ്റെ ഉത്തമ പ്രതിച്ഛായയാണ്. ഒരു നല്ല ഇടയനും തൻ്റെ ആടുകളെ ഒരിക്കലും പട്ടിണി കിടക്കുന്ന ഒരു വരണ്ട ദേശത്തേക്ക് കൊണ്ടുവരില്ല. കാരണം നല്ല ഇടയൻ അവനെ ആടുകളുടെ ക്ഷേമമാണ് എപ്പോഴും നോക്കുന്നത്. യേശു നല്ല ഇടയനായി നമ്മെ ശരിക്കും പരിപാലിക്കുന്നു. നമ്മുടെ ഭക്ഷണത്തിൻ്റെയും സുരക്ഷയുടെയും ആവശ്യകത മനസ്സിലാക്കി നാം സന്തുഷ്ടരായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മെ പേര് ചൊല്ലി വിളിക്കുകയും അവൻ്റെ രാജ്യത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ചെയ്യുന്നു. യേശു നമ്മുടെ ഇടയനാണ്. എന്തു തന്നെയായാലും യേശു നമ്മോടൊപ്പമുണ്ട്. നമ്മെ പരിപാലിക്കാനും നയിക്കാനും അവൻ പ്രതിജ്ഞാബദ്ധനാണ്. നാം വഴിതെറ്റിപ്പോവുകയും ചെയ്യുമ്പോൾ യേശു വന്ന് നമ്മെ കണ്ടെത്തുന്നു. നമ്മെ കണ്ടെത്തുന്നത് വരെ യേശു നമ്മെ അന്വേഷിച്ചു കൊണ്ടിരിക്കും. ആടുകൾക്ക് ഇടയനോടുള്ള അതേ ശക്തമായ ബന്ധം നമുക്ക് യേശുവുമായിട്ടുണ്ടോ? അവൻ നമ്മെ വിളിക്കുമ്പോൾ അവൻ്റെ ശബ്ദം നാം തിരിച്ചറിയുന്നുണ്ടോ? യേശു നമ്മെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? ചിലർ യേശുവിൻ്റെ ശബ്ദത്തിന് വിളിക്ക് പ്രതികരിക്കുന്നില്ല എന്നത് വളരെ ദയനീയമാണ്. കർത്താവിൻ്റെ ശബ്ദം കേൾക്കുകയും വാതിൽ തുറക്കുന്നത് കാണുകയും അവർ ചെയ്യുന്നു. പക്ഷെ അതിലൂടെ പ്രവേശിക്കുന്നതിന് പകരം അവർ ഓടിപ്പോയി കള്ളനെ പിന്തുടരുന്നു. ഒരു ഇടയൻ എല്ലാ ആടുകളെയും ആട്ടിൻ തൊഴുത്തിലേക്ക് കയറ്റാൻ നിർബന്ധിച്ചേക്കാം. പക്ഷെ യേശു ആരെയും തന്നെ അനുഗമിക്കാൻ നിർബന്ധിക്കുന്നില്ല. അവൻ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്നു. അവൻ നമ്മെ സ്നേഹിക്കുന്നു. പക്ഷേ തന്നെ തിരികെ സ്നേഹിക്കാൻ അവൻ നമ്മെ നിർബന്ധിക്കുന്നില്ല. യേശു നൽകിയ സമൃദ്ധമായ ജീവിതത്തിൻ്റെ വാഗ്ദാനം പലരും നിരസിക്കുന്നത് കാണുന്നത് ദയനീയമാണ്. പിശാചായ ഒരു കള്ളൻ്റെ എളുപ്പവും എന്നാൽ മാരകവുമായ വാഗ്ദാനത്താൽ അവർ കൂടുതൽ ആകർഷിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് യേശുവോ ബറാബാസോ അതിൽ ഒരാളെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ ബറാബാസിനെ തിരഞ്ഞെടുത്തത്. അത്ഭുതപ്പെടാനില്ല. ഇന്നത്തെ ലോകം
പണ്ടത്തേതുപോലെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ലത് തിരഞ്ഞെടുക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.